ഹായ് ഗൈസ്, ഇതിപ്പം നമ്മുടെ കൺവെൻഷൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ ഇപ്പം JCB വെച്ച് എല്ലാം കുറച്ചും കൂടെ ഉള്ളത് ബാക്കി ക്ലിയർ ചെയ്യാണ്. പിന്നെ ഫുഡിൻ്റെ ആൾക്കാരെല്ലാം വന്നിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഈ സെക്ഷൻ എന്ന് പറയുന്നത് ആയിരിക്കും വെജിറ്റബിൾസ് അരിയാനും അങ്ങനെയൊക്കെയുള്ള കിച്ചൺ പ്ലേസ് ആയിട്ട് വരുന്നത്. ബാക്കി ഇവിടുന്ന് ആ വൈറ്റ് കളറിൽ ഇത് പോയിരിക്കുന്നതാണ് ഫുഡ് സെൻറ്റർ. അവിടെ ഇരുന്നായിരിക്കും എല്ലാവരും കഴിക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. ഇപ്പം കർട്ടൻ റൈസ് ചെയ്യാനുള്ളത് എല്ലാം വന്നിട്ടുണ്ട്. JCB ഉണ്ട്, ടാങ്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. ലൈറ്റ് എല്ലാം ഫിക്സ് ചെയ്തു അവിടെ തന്നെ. ഈ ഷീറ്റിൽ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. ഇനി ഇപ്പം വൈകിട്ടത്തേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെ ഈ ഭാഗങ്ങളിൽ എല്ലാം ലൈറ്റ് ഫിക്സ് ചെയ്യുന്നതാണ്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് കൺവെൻഷൻ നടക്കുന്ന സ്ഥലത്താണ്. സ്റ്റേജ് നേരെ നോക്കിയാൽ കാണാം. ദേവായിച്ചുണ്ട് കൂടെ, ചേച്ചിയുണ്ട് കൂടെ. ഇനി കൺവെൻഷൻ തുടങ്ങാൻ പോവാണ്. പഴയ നൊസ്റ്റാൾജിയൊക്കെ ഓർമ്മ വരുന്നു. ഞങ്ങൾ ഈ ഭാഗത്തൊക്കെ പണ്ട് ചെറുപ്പത്തിൽ ഓടി നടന്നിട്ടുള്ള ഏരിയകളായിരുന്നു ഇത്. ഓരോ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അറിയാവുന്ന പറഞ്ഞ് കൈ പൊക്കുക ഒക്കെയുള്ള പരിപാടി, വൈകിട്ടൊക്കെ ഇരുന്ന് ഒക്കെ നേർച്ച അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ഇവിടെ ഒരാൾ കാണിക്കുന്ന അതേപോലെ തന്നെ വൈകിട്ട് ഇവിടെ ഇങ്ങനെ വന്നിട്ട് ഇരുന്ന് ചാടി മറിയും ബഹളം ഉണ്ടാക്കുകയൊക്കെ ചെയ്തോണ്ടിരുന്ന സമയമായിരുന്നു അന്ന് എന്തെല്ലാം വാങ്ങിക്കും അതെല്ലാം വാങ്ങിക്കും. കപ്പലണ്ടി മുട്ടായി അത് ഇതെല്ലാം വാങ്ങിച്ച് ഇവിടെ കൊണ്ടുവന്നിരുന്ന് പ്രസംഗവും കേട്ട് പിള്ളേരുമായിട്ട് കളിച്ച് ചിരിച്ച് പൊക്കോണ്ടിരുന്നൊരു കാലം ഉണ്ടായിരുന്നു പണ്ട് ഈ ഷീറ്റിനും ഇതിനുമൊക്കെ പകരം ഓല മേഞ്ഞ ഇതായിരുന്നു ഇട്ടുകൊണ്ടിരുന്നത്. ആ സമയത്തൊക്കെ നല്ല ഇത്രയും ചൂടൊന്നും ഇല്ലെങ്കിൽ പോലും നല്ല സുഖമായിരുന്നു ഇതിനകത്ത് ഇരിക്കാൻ. ആൾക്ക് കിട്ടിയ ചാൻസ് വെച്ച് നല്ലപോലെ അർമാദിക്കുകയാണ്. ഓരോ പടി കയറി ഇറങ്ങുന്നു, ഓരോന്നും പറയുന്നു, ഓടുന്നു, ചാടുന്നു. അവൻ്റെ കുട്ടിക്കാലം നല്ല രീതിയിൽ അവനെ ആസ്വദിക്കുന്നുണ്ട്. നമ്മളൊക്കെ കണ്ടെങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത് അതുപോലെ തന്നെ. പേടിച്ചു പോയോ? കൺവെൻഷൻ കഴിഞ്ഞിട്ട് എല്ലാവരും കഴിക്കാൻ വേണ്ടിയിട്ട് വരുന്ന വഴിയാണിത്. ആ സ്റ്റേജിൻ്റെ ഫ്രണ്ടിൽ കൂടെ തന്നെ എൻ്റെ മുന്നിൽ കുഞ്ഞു പോകുന്ന അതേ വഴി കൂടെ തന്നെ അങ്ങോട്ട് ഇറങ്ങുന്നത് നേരെ ഫുഡ് കോർട്ടിലോട്ടാണ്. 2 വഴിയുണ്ട്. ഞങ്ങളുടെ വീട്ടിലോട്ട് വരുന്ന ആ വഴിയെ കൂടെ നമുക്ക് വരാം. അതുമല്ല, പെട്രോൾ പമ്പിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടുള്ള വഴിയെ കൂടെ വരുന്നത് നേരെ ഇവിടെയാണ്. ഈ റോഡാണ് വരുന്നത്. അവിടെ വന്ന് നേരെ കയറി അങ്ങോട്ട് വരുന്നത് ഫുഡ് കോർട്ടിലോട്ട്. ഈ വഴിയൊക്കെ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഞങ്ങൾ +1 +2 പഠിച്ചത് നോയൽ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളാണ്. അവിടോട്ട് പോകുന്ന വഴിയും ഒക്കെയാണ് ഓർമ്മ വരുന്നത്. അവിടുത്തെ കുറേ കാര്യങ്ങളും എന്നും രാവിലെയും വൈകിട്ട് അതിലെ കയറി വരുന്നതും പോകുന്നതും കൂട്ടുകാരുടെ കൂടെ പോകുന്നതും വരുന്നതും ഒക്കെയാണ് ഓർമ്മ വരുന്നത്. നല്ലൊരു സമയമായിരുന്നു അന്നൊക്കെ. നല്ല ഒരു നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുമ്പം തന്നെ. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ശരിക്കും അന്നത്തെ കുട്ടിക്കാലം ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. വേസ്റ്റ് വെള്ളം കളയാൻ വേണ്ടിയിട്ടുള്ള പോർഷനിലേക്കാണ് ഇപ്പം മെമ്പേഴ്സ് എല്ലാം വന്നിട്ടുള്ളത്. അവിടെ ആൾക്കാർ ഇറങ്ങി ആദ്യം ഫസ്റ്റ് ടാർപ്പ് ഇടുകയാണ്. ഇട്ടതിന് ശേഷമാണ് ബാക്കി ടാങ്ക് ഇറക്കി വെക്കുക. എന്നിട്ട് അത് നിറയുന്നതനുസരിച്ച് ലോറിയിൽ കൊണ്ടുപോയി അടിച്ച് കളയും. അങ്ങനെയാണ് ചെയ്യാറുള്ളത് എല്ലാ പ്രാവശ്യവും. ഈ പ്രാവശ്യം അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. JCB വെച്ചെല്ലാം റെഡിയാക്കി. അവിടെ മൊബൈൽ ബാത്റൂമും റെഡിയാക്കി. പിന്നെ എല്ലാം സെറ്റ് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എല്ലാ മെമ്പേഴ്സും വന്ന് നോക്കി. ഇപ്പം ടാങ്ക് അങ്ങോട്ട് ഇറക്കി വെക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നമുക്ക് നോക്കാം.
രാവിലെ ടാർപ്പ ഇട്ടായിരുന്നു, ഇപ്പം ടാങ്ക് ഇറക്കി വെക്കുകയാണ്. പിന്നെ കിച്ചൺ ഇതിൻ്റെ ആവശ്യത്തിനുള്ള എല്ലാ ഐറ്റംസും കൊണ്ടുവന്നു. കാർ പാർക്കിങ്ങിനുള്ള ഏരിയ എല്ലാം ക്ലീൻ ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഈ ഭാഗമാണ് കാർ പാർക്കിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇവിടെ എല്ലാം ക്ലീൻ ചെയ്തു റെഡിയാക്കി എടുത്തു. ഒരു സെക്ഷൻ ബൈക്കിനും ചിലപ്പോൾ ഒരു സെക്ഷൻ കാറിനും വേണ്ടിയിട്ട് സെപ്പറേറ്റഡ് ആയിട്ടായിരിക്കും എടുക്കുക. ലൈറ്റിൻ്റെ ആൾക്കാരെ ഇതുവരെ കണ്ടില്ല. സാധാരണ എല്ലാ വർഷവും ഈ സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് ഇവിടെ ലൈറ്റ് ഫിക്സ് ചെയ്യുന്നതാണ്. ഇവിടുത്തെ ഇതെല്ലാം സെറ്റാക്കിയതിന് ശേഷമാണ് ടാങ്ക് റെഡിയാക്കാനായിട്ട് അങ്ങോട്ട് വന്നത്. ഇവിടെ കാറ് അല്ലെ ബൈക്കാണേലും നമുക്ക് കയറ്റാനുള്ള വഴി നേരെ ജസ്റ്റ് ആ കാണുന്ന ആ റൂട്ട്, അവിടെ നിന്ന് പിന്നെ ഇതിൻ്റെ ഈ ഓപ്പൺ ഏരിയ, ഇവിടെ നിന്ന് ഇതിൽ കൊണ്ടുവന്ന് നമുക്ക് കാറ് ആണെങ്കിലും ബൈക്കാണെങ്കിലും പാർക്ക് ചെയ്യാവുന്നതാണ്. ഈവനിങ് ടൈമിൽ നമ്മുടെ ഫുഡ് കോർട്ടിൻ്റെ ലൈറ്റ് സെറ്റിങ്സ് ഇങ്ങനെയാണ്.